ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വാഹനം എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അതായത് ഒരു പുതിയ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നു. അന്നേരം പലരും ഒരുപാട് ഐഡിയാസ് ഒക്കെ ആയിട്ട് വരും. അതായത് എന്തിനാണ് പുതിയത് എടുക്കുന്നത്, സെക്കൻഡ് ഹാൻഡ് എടുത്താൽ പോരെ, സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ എന്നാ കുഴപ്പം, ഇപ്പോൾ അതിന് ഭയങ്കര വില കുറച്ച് കിട്ടത്തില്ല. അതായത് നമ്മളൊരു വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസിൽ നമുക്ക് വരുന്നുള്ളൂ, ടാക്സ് റേറ്റോ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അടയ്ക്കേണ്ടി വരുന്നല്ലോ, ലാഭമല്ലേ സെക്കൻഡ് എടുത്താൽ പോരെ. ശരിക്കും സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നതാണോ നല്ലത്, അതൊരു പുതിയ വാഹനം എടുക്കുന്നതാണോ നല്ലത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യും, ഒരു പുതിയ വാഹനം എടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പുതിയ വാഹനം തന്നെ എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് വാഹനം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്കൻഡ് ഹാൻഡ് വാഹനത്തിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും കുഴപ്പമില്ല. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വാഹനം എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലോങ് ടേം യൂസ് എന്നുള്ളൊരു പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് മാറാൻ വേണ്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്നിപ്പോൾ ഞാൻ ഈ വാഹനം മേടിച്ച് ഒരു 2 വർഷം യൂസ് ചെയ്ത് ഞാൻ പിന്നീട് വേറൊരു വാഹനം മേടിക്കാനാണെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു പുതിയ വാഹനം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏകദേശം ഒരു സാധാരണ വ്യക്തിയുടെ ഒരു ജീവിതത്തിൽ ഒരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു 15 വർഷമെങ്കിലും ഈ വാഹനം യൂസ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കും പലരും വാഹനം എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, പുതിയ വാഹനം തന്നെ എടുക്കാനേ സജസ്റ്റ് ചെയ്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, ഒരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് എല്ലാം കൃത്യമായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം വരെ നിങ്ങൾക്ക് പിന്നെ അതിന് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരും. ഇനി സർവീസ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു 5 വർഷം വരെ ആ വാഹനം ഒരു കുഴപ്പമില്ലാതെ പോകുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിലതുണ്ടായിരിക്കണം. പിന്നെ ഇനി ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്ത് എന്താണ് കുഴപ്പം, എടുത്താൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വാഹനമല്ല. ഇനിയിപ്പോൾ സർവീസൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാത്തൊരു വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തതിന് ശേഷം നമുക്കൊരു ഓട്ടം വരുമ്പോൾ ഓരോ തവണ ഓടി തുടങ്ങുമ്പോഴും ഓരോ കംപ്ലയിൻറ്റ്സ് അതിന് വന്നുകൊണ്ടിരിക്കും. അതായത് ചിലപ്പോൾ കുറച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററിക്ക് പ്രശ്നം വരാം, ഓട്ടം നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഓട്ടം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ടയറിന് പ്രശ്നം വരാം, സസ്പെൻഷന് പ്രശ്നം വരാം. അങ്ങനെ ഓരോ പാർട്സുകൾക്കും കംപ്ലയിൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. അത് കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. അതായത് ഓരോ കംപ്ലയിൻറ്റ്സ് നമുക്ക് ഭാവിയിൽ മുമ്പോട്ട് വരത്തേ ഉള്ളൂ. അതേ സ്ഥാനത്ത് ഒരു പുതിയ വാഹനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പുതിയ വാഹനത്തിന് പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും ഒരു കംപ്ലയിൻറ്റ്സും വരുന്നതല്ല. പിന്നെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ വാഹനം വാറണ്ടി പീരീഡിനകത്തുണ്ട്. ഇപ്പോൾ എല്ലാ വാഹനങ്ങൾക്കും, മിക്ക വാഹനത്തിനും 5 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വരെ വാറണ്ടി കിട്ടുന്നുണ്ട്. അതിൽ കൂടുതൽ വാറണ്ടി കിട്ടുന്ന വാഹനങ്ങളുണ്ട്. ഞാനൊരു മിനിമം കണക്കാണ് പറഞ്ഞത്. അത്രയും വാറണ്ടി കിട്ടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് മേജർ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതൊരു വാറണ്ടി ക്ലെയിമിൽ തന്നെ കയറ്റി വിടാൻ സാധിക്കും. വാറണ്ടി കിട്ടാത്ത 2-3 കാര്യങ്ങൾ, അതായത് ബ്രേക്കിൻ്റെ പാഡ്, ക്ലച്ച് കാര്യങ്ങളൊക്കെ, ക്ലച്ചൊക്കെ ഓപ്ഷനിലാണ്, നമുക്കത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കണ്ടീഷൻ ബേസിലാണെന്ന് മാത്രമേ ഉള്ളൂ ക്ലച്ചിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രേക്ക് പാഡും കണ്ടീഷൻസ് ഉണ്ട് അതിനകത്ത്. ആ ഒരു കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് നമുക്ക് വാറണ്ടി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളൊരു വാഹനം എടുക്കുകയാണെങ്കിൽ പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പിന്നെ അത് ഷോറൂമിൽ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സമയം കളയേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. അതേ സ്ഥാനത്ത് പുതിയ വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ സാധിക്കും. സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ കണ്ട ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ഏജ് കുറഞ്ഞ വാഹനം, ഒത്തിരി ഏജ് കൂടിയ വാഹനം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഒത്തിരി ഏജ് കൂടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2024 അതായത് നമ്മൾ ഏകദേശം ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ എടുത്താലും കുഴപ്പമില്ല. 10 വർഷം വരെ ഓക്കെ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അതായത് ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, പക്കയാന്ന് പറയാൻ പറ്റത്തില്ല. ഏകദേശം 5 വർഷം പഴക്കം വരെയുള്ള വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് ഓടിച്ച് നോക്കി എല്ലാം ഓക്കെയാണ്, സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു ലോങ് ടേം യൂസ്, അതായത് ഞാൻ പറഞ്ഞുള്ളൊരു 15 ഇയേഴ്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങളൊരു വാഹനം എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒരു പുതിയ വാഹനം തന്നെ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ചിലരെങ്കിലും ചോദിക്കായിരിക്കും എൻ്റെ കാശില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാം. പക്ഷേ നമ്മുടെ ഇരിക്കുന്ന ഒരു ചെറിയ ബഡ്ജറ്റ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വലിയ കുഴപ്പമില്ലാതെ നോക്കി എടുക്കാം. അല്ലാതെ പക്ഷേ നല്ല രീതിക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പുതിയ വാഹനം തന്നെ എടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ.